സൈഡ് തുടങ്ങാറായി കൈ നോക്കിയാണ് തുടങ്ങാറാവും പറഞ്ഞേക്കോ. റെഡിയാണോ? കയറിപ്പോയാ കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകൾ കിഫ്ബി ഓഡിറ്റ് റിപ്പോർട്ട് അന്തിമമാണോ കരടാണോ എന്നുള്ളതല്ല. അതൊന്നുമല്ല ഈ വിവാദത്തിലെ കേന്ദ്ര പ്രശ്നം. അന്തിമമാവട്ടെ കരടാവട്ടെ, അതിൽ C&AG എത്തിയിരിക്കുന്ന വാദമുഖങ്ങൾ എന്തൊക്കെയാണ്? അത് കേരളത്തിന്റെ വികസനത്തെ എങ്ങനെ ബാധിക്കും? ആ റിപ്പോർട്ടിൽ C&AG എടുത്തിരിക്കുന്ന നിലപാട് ഇന്ന് കേരളത്തിനങ്ങോളം ഇങ്ങോളം നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള 2000-ഓളം സ്കൂളുകൾ, അവിടെ വിന്യസിക്കുന്ന IT ഉപകരണങ്ങൾ, നമ്മുടെ താലൂക്ക് ആശുപത്രികളുടെ മുഴുവൻ പുനർനിർമ്മാണം, ആയിരക്കണക്കിന് കിലോമീറ്റർ നീളം വരുന്ന റോഡുകൾ, എല്ലാ വീട്ടിലേക്കും ഇന്റർനെറ്റ് എത്തിക്കുന്ന K-ഫോൺ, കേരളത്തിലെ വൈദ്യുതി ക്ഷാമം എന്നേക്കുമായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ട്രാൻസ്ഗ്രിഡ്, ഇങ്ങനെയൊക്കെയുള്ള വ്യവസായ പാർക്കുകൾ, ഇത്തരത്തിൽ ഏവർക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന, കേരളം മുഴുവൻ നടപ്പാവണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പദ്ധതികളെ അട്ടിമറിക്കും. ഇത് സംബന്ധിച്ച് UDFന്റെ നിലപാട് എന്ത് എന്നുള്ളതാണ് ഞാൻ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. അതിന് മറുപടി പറയാതെ അന്തിമമാണോ കരടാണോ, കിഫ്ബിയുടെ അനുമതിയുണ്ടോ, ഓഡിറ്റ് എങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തി പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ 4 ദിവസമായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമുണ്ട്. CAG റിപ്പോർട്ടിലെ നിലപാടിനെ കുറിച്ച് UDFന്റെ അഭിപ്രായം എന്ത്? അത് പറ. ബാക്കി എന്തും ഞാൻ സമ്പാദിക്കാന്ന്. പക്ഷെ ഇതിന് മറുപടി പറയാൻ അതിന് വിസമ്മതിക്കുന്ന, അതിന് ഒളിച്ചു മാറുന്ന ഒരു അടവായിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പോകും. എന്താ CAG എടുത്തിട്ടുള്ള നിലപാട്? വളരെ ചുരുക്കി കൃത്യമായിട്ട് പറയാം. ഒന്ന്, കിഫ്ബി വായ്പകൾ ഓഫ് ബഡ്ജറ്റ് വായ്പകളാണ്. ചോദിച്ചാൽ CAG പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യക്ഷ ബാധ്യതകളാണ്. വെച്ചാൽ ഈ ബാധ്യത മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ ഭാവിയിലുള്ള ബാധ്യതകളാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ വായ്പ എടുക്കുന്നതിന് തുല്യമാണ്. ആ പശ്ചാത്തലത്തിൽ ഭരണഘടനയുടെ 293 അനുച്ഛേദം 1 ലംഘിക്കുകയാണ്. ആ അനുച്ഛേദത്തിൽ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനങ്ങൾക്ക് വായ്പ എടുക്കാൻ പാടില്ല എന്ന്. ഇത് സംസ്ഥാന സർക്കാരാണെന്ന് പറഞ്ഞാൽ പിന്നെ അനുച്ഛേദം 93(1) ലംഘിക്കുകയാണല്ലോ. മസാല ബോണ്ടാവട്ടെ, ഇത് മാത്രമല്ല, വിദേശ വായ്പ കേന്ദ്ര ലിസ്റ്റിലുള്ളതാണ്. അപ്പോ ആ ലിസ്റ്റ് മറികടന്ന് സംസ്ഥാനം വായ്പ എടുക്കുകയും ചെയ്യും. ഇതാണ് വാദം നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് UDFന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാണ്.
ഞാൻ ഓരോന്നിനുമുള്ള മറുപടി കൃത്യമായിട്ട് പറഞ്ഞു. ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അല്ല. എന്തുകൊണ്ടല്ല? ഏതൊക്കെ പ്രൊജക്റ്റുകളാണ് എടുക്കണമെന്ന് നിയമസഭയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ബഡ്ജറ്റിൽ ഞാൻ എൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ വരുന്ന പ്രൊജക്റ്റുകൾ മാത്രമേ എടുക്കത്തുള്ളൂ. പക്ഷെ അത് സംസ്ഥാന സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ നടപ്പാക്കുക പ്രത്യേക ഏജൻസികളാണ്. കാരണം കിഫ്ബിയുടെ പണം ഒരു കാരണവശാലും സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ ധനഉത്തരവാദിത്ത നിയമത്തിനുമൊക്കെ വിരുദ്ധമായി തീരും. 2, സർക്കാരിന് ബാധ്യതയുണ്ട്. എന്താ ബാധ്യത? മോട്ടോർ വാഹന നികുതിയുടെ പകുതി പെട്രോൾ സെസ് നൽകണം. അത് നിയമത്തിലുള്ള ബാധ്യതയാണ്. അത് ബഡ്ജറ്റിൽ കൃത്യമായിട്ട് കണക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതെങ്ങനെ ഓഫ് ബഡ്ജറ്റ് ആവണത്? നിയമത്തിൽ പറഞ്ഞ ബാധ്യത അതെന്തോ അത് കൊടുക്കണം, കണക്ക് വെച്ചിട്ട് തന്നെയാണ് അക്കൗണ്ടിൽ ചേർത്തില്ല. അതുകൊണ്ട് ഒളിച്ചു കിടക്കുന്ന ഏർപ്പാടൊന്നുമല്ല, കൃത്യമായിട്ട് ഓൺ ബഡ്ജറ്റ് പരിപാടിയാണ്. രണ്ടാമത്തത്, ഇത് പ്രത്യക്ഷ ബാധ്യതയാണ്. എന്ന് വെച്ചാൽ ഇന്ന് കിഫ്ബി എടുക്കുന്ന വായ്പ മുഴുവനും തിരിച്ചടക്കേണ്ട ബാധ്യത സർക്കാരിന്റെ ചുമലിലേക്ക് വരികയാണ്. അത് പ്രത്യക്ഷ, ഡയറക്റ്റ്. കണ്ടിൻജന്റ് പോലും അതെന്താ പറയണേ? കണ്ടിച്ചാൽ കിഫ്ബിക്ക് തിരിച്ചടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിൽ അത് കണ്ടിൻജന്റാണ്. അതുപോലുമല്ല. കാരണം കിഫ്ബിക്ക് തനത് വരുമാനമില്ല. അതുകൊണ്ട് ഇത് ഡയറക്റ്റ് ബാധ്യതയാണ്. CNDG ഓഡിറ്റ് നടത്തിയത് എന്ന സമയത്ത് കിഫ്ബി ആകെ വായ്പ എടുത്തിട്ടത് 3000 കോടി രൂപയാണ്. കേരള സർക്കാർ നിയമത്തിൽ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം എത്ര കൊടുത്തു? അതിനേക്കാൾ കൂടുതൽ പണം കൊടുത്തു. അതിനോടൊപ്പം കോർപ്പസ് ഫണ്ട് കേരള സർക്കാർ നൽകിയതും കൂടി കണക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3000 ചില്ലാനം കോടി രൂപ വായ്പ എടുത്തപ്പോൾ 5871 കോടി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നീ എടുത്ത വായ്പ പ്രത്യക്ഷ ബാധ്യതയായിട്ട് മാറും? അപ്പൊ AGയുടെ വാദം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ പ്രത്യക്ഷ ബാധ്യതയില്ല, നിങ്ങൾ കൊടുത്ത കൂടിയിരിക്കുന്നു. പക്ഷെ കിഫ്ബി നാളെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊന്നും കണക്ക് കൂട്ടാതെ ഒത്തിരി പ്രൊജക്റ്റുകൾ അങ്ങ് ഏറ്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് കൊടുക്കാൻ പണം ഉണ്ടാവില്ലല്ലോ. അപ്പോ അത് പ്രത്യക്ഷ ബാധ്യതയായിട്ട് വരും. ഇതാണ് അവർ വാദിക്കുന്നത്. പക്ഷെ അത് പ്രത്യക്ഷ ബാധ്യതയായിട്ട് അങ്ങനെ വരത്തില്ല. കാരണം എന്താ? ഇതിന്റെ മോഡല് നമുക്കറിയാവുന്ന ഒരു മോഡലാണ്. ആനുവിറ്റി മോഡൽ എന്ന് പറയും. എത്രയോ പ്രൊജക്റ്റുകൾ UDF എടുത്തിരിക്കുന്നു. തിരുവനന്തപുരത്തെ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ആനുവിറ്റിയാണ്. ഇവിടെ ആലപ്പുഴയിലെ റോഡ് നമ്മൾ മുഴുവൻ പുതുക്കി പണിയാൻ വേണ്ടി കൊടുക്കുന്ന ആനുവിറ്റിയാണ്. എന്താ ആനുവിറ്റി മോഡലിൽ പറയുന്നത്? ഞങ്ങൾ ഇതിന്റെ പണം ഇന്നിപ്പോൾ ചെയ്യുമ്പോൾ വലിയ ചെലവ് വരും, ഇപ്പൊ തരാനില്ല. ഒരു 20 വർഷം കൊണ്ട് അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് ഞങ്ങളിത് തുല്യ ഗഡുക്കളായിട്ട് തരാം. ആനുവിറ്റി എന്ന് പറയുന്നതാണ്. അപ്പൊ കരാറുകാരൻ എന്ത് ചെയ്യും? ഈ 15 വർഷം 20 വർഷം എടുക്കുമല്ലോ പണം മുഴുവൻ കിട്ടാനായിട്ട്. അത്രയും കാലത്തെ പലിശ കൂടി ചേർത്തിട്ടാണ് അയാൾ ടെൻഡർ വെക്കുക. മെയിൻ്റനൻസ് അത്ര കാലം നിലനിർത്തണമല്ലോ, അതിൻ്റെ കൂടി കോസ്റ്റ് എടുക്കും. അങ്ങനെയാണ് ടെൻഡർ വിളിക്കുക. സർക്കാർ ബഡ്ജറ്റിൽ നിന്ന് ആനുവിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദേശീയ ഗെയിംസിൽ എടുത്ത ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അങ്ങനെയാണ്. എത്രയോ പ്രൊജക്റ്റുകൾ UDFന്റെ കാലത്ത് KRFB വഴി ആനുവിറ്റി പ്രോഗ്രാമിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയുള്ളൂ. സംസ്ഥാന സർക്കാർ ഒരു ആനുവിറ്റി കൊടുക്കുന്നു എല്ലാ വർഷവും. ആ ആനുവിറ്റി എത്രയും നിർവഹിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി വായ്പ എടുത്ത് പ്രൊജക്ട് നടത്തുന്നു. ഒരു വ്യത്യാസമുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും നികുതി വർദ്ധിക്കുന്നതിനനുസരിച്ച് ആനുവിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് ഇൻക്രീസിങ് ആനുവിറ്റി സ്കീം അല്ലെങ്കിൽ ഗ്രോയിങ് ആനുവിറ്റി സ്കീം എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, UDFന്റെ ഭരണകാലത്ത് ഇത്രയും ആനുവിറ്റി സ്കീമുകൾ എടുത്തിട്ട് ഏതെങ്കിലും ഒരു സ്കീം സംസ്ഥാനത്തിന്റെ വായ്പയായിട്ട് കണക്ക് വെച്ചിട്ടുണ്ടോ?
പിന്നെന്താ കിഫ്ബി വരുമ്പോൾ സംസ്ഥാനത്തിന്റെ വായ്പയായിട്ട് വേണം എന്ന് പ്രതിപക്ഷ നേതാവ് അവിടെയൊക്കെ ശടിക്കുന്നത്? അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയുന്നത്. അത് ശരിയാ, ഇങ്ങനെ ആന്വിറ്റി ആണെങ്കിൽ കൃത്യം അങ്ങനെ കൊടുത്തു പോകാം. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ പ്രൊജക്റ്റ് എടുക്കാമല്ലോ, ധനമന്ത്രിക്ക് കൂടുതൽ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കൂടുതൽ പ്രൊജക്റ്റ് എടുക്കുമ്പോൾ ഈ ആന്വിറ്റിക്കുള്ളിൽ നിൽക്കാത്ത, അതിന് താങ്ങാൻ ഇതിനേക്കാൾ കൂടുതൽ ബാധ്യത വന്നാൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ. ഇവിടെയാണ് ഞാൻ പറയുന്നത്, കിഫ്ബി പ്രൊജക്റ്റുകൾ എടുക്കുന്നത് അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് സിസ്റ്റം പ്രകാരമാണ്. എന്താ അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ്? അടുത്ത ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷം എന്ത് വരുമാനമാണ് ഇങ്ങനെ സർക്കാരിൽ നിന്ന് കിട്ടുക? ഒന്ന്. വേറൊരു വരുമാനമുണ്ട്, ഒരു 25% പ്രൊജക്റ്റുകൾ വരുമാനം, നേരിട്ട് വരുമാനം തരുന്നതാണ്, റവന്യൂ ബെയറിംഗ് ആണ്. അതിൽ നിന്ന് എന്ത് കിട്ടും? ഇത് ഓരോ മാസത്തെയും അസറ്റ് എന്ത് എന്ന് രേഖയിലുണ്ടാവും. ഇനി നിങ്ങൾ പ്രൊജക്റ്റ് എടുത്താൽ, കിഫ്ബി പ്രൊജക്റ്റ് അനുവദിക്കുന്നതിന് മുമ്പ് ആ പ്രൊജക്റ്റ് പൂർണ്ണമായിട്ടും അതിന്റെ ഡീറ്റെയിൽസ് തയ്യാറാക്കിയിരിക്കും. അല്ലാതെ ഭരണാനുമതി കൊടുക്കുക, അതിനടുത്ത് പ്രൊജക്റ്റ് തുടങ്ങുക, തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വർഷവും റിവിഷൻ കൊണ്ടുവരും. ആ പണിയൊന്നും അവിടെ നടക്കത്തില്ല. ഒരു റിവിഷൻ ഉണ്ടെങ്കിൽ അത് ബോർഡിൽ രണ്ടാമത് വന്നിട്ടല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ വളരെ കൃത്യമായിട്ട് എടുത്ത പ്രൊജക്റ്റുകളുടെ ലയബിലിറ്റി ഓരോ മാസവും എത്രയാണ് ബില്ല് കൊടുക്കേണ്ടി വരിക, ഇത് വൈകുന്നല്ലാതെ നേരത്തെ വരത്തില്ല. വായ്പ എടുത്തതിനെ തിരിച്ചടവ് വരും ഓരോ മാസവും, അതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും അസറ്റുകള് ലയബിലിറ്റിയുടെ മുകളിലായിരിക്കും. ഇതാണ് അസറ്റ് ലയബിലിറ്റി മാനേജിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്ന് വെച്ചാ ഇതൊരു കൺട്രോൾ ലിവറേജ് മാനേജ്മെന്റ്. സർക്കാരിൽ നിന്ന് വരുന്ന പണം അത് വെച്ച് നിങ്ങൾ ലിവറേജ് ചെയ്യണം മാർക്കറ്റിൽ നിന്ന് വായ്പ. അങ്ങനെ ലിവറേജ് എടുക്കുന്ന പണം, അതിൻ്റെ ബാധ്യതകൾ എല്ലാ ഘട്ടത്തിലും നിങ്ങളുടെ അസറ്റിന് താന്ന് നിൽക്കുമെന്ന് ഉറപ്പുവരുത്തും. സിയാൻഡേജ് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ഈ മോഡൽ വല്ല തെറ്റുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ ഇങ്ങനെ ഒരു കളിപ്പീര് മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഭാവി ബാധ്യതകളൊക്കെ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് വിശ്വാസയോഗ്യമല്ല, ഇതിൽ തെറ്റുണ്ടാവും. അങ്ങനെ പരിശോധന നടത്തിയിട്ടില്ലല്ലോ. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബിയിൽ വരുന്ന വായ്പ മുഴുവൻ പ്രത്യക്ഷ ബാധ്യതകളാണ് എന്ന് ഉള്ള നിഗമനത്തിലേക്ക് CNTG എത്തിയിട്ടുള്ളത്? അപ്പൊ അതുകൊണ്ട് കിഫ്ബിയുടെ ബാധ്യത സർക്കാരിന്റെ ബാധ്യത നിയമത്തിൽ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അതാണ് പറയുന്നത്. ഇതൊരു കോർപ്പറേറ്റ് ബോഡിയാണ്. നിയമം ഉണ്ടാക്കിയപ്പോൾ തന്നെ കോർപ്പറേറ്റ് ബോഡി എന്നാ പറയുന്നത്. നിയമത്തിൽ വരുന്നതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല, നിയമപ്രകാരമാണ് ബോർഡ്, ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചില കമ്പനികൾ, കോൾ ഇന്ത്യ ലിമിറ്റഡ് നിയമപ്രകാരം ഉണ്ടാക്കുന്നതാണ്. സർക്കാർ നിയമപ്രകാരം ട്രസ്റ്റ് ഉണ്ടാക്കാം, നിയമപ്രകാരം സൊസൈറ്റി ഉണ്ടാക്കാം. നിയമം ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണെന്ന് നിയമത്തിൽ വന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി തീരും. ഇതുണ്ടാക്കിയിട്ടുള്ള നിയമത്തിൽ വരുന്ന ബോഡി കോർപ്പറേറ്റ് സംസ്ഥാനത്ത് നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് സംസ്ഥാനം എടുക്കുന്ന വായ്പ അല്ല ഇത്, ഒരു ബോഡി കോർപ്പറേറ്റ് എടുക്കുന്ന വായ്പയാണ്. ഇന്ത്യയിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാവരും എടുക്കുന്നുണ്ട്. അതുപോലൊന്ന് അവസാനമായിട്ട് CNTG പറയുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിദേശ വായ്പ എടുക്കുന്നത് കേന്ദ്രത്തിന്റെ അധികാരമാണ്, സംസ്ഥാനമല്ല എടുക്കുന്നത്. അത്ര ഞാൻ കേട്ടത് കോർപ്പറേറ്റ് ബോഡിയാണ്. കോർപ്പറേറ്റ് ബോഡിക്ക് ഇങ്ങനെ എടുക്കാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളത് റിസർവ് ബാങ്ക് പരിശോധിച്ചോ ഉണ്ട്, അനുവാദം തന്നിട്ടാ പോയി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള നിഗമനങ്ങളും വാദങ്ങളുമാണ് CNTG വെക്കുന്നത്. ഇതിന്റെ ഫലമായിട്ട് കേരളത്തിന്റെ ഒരു വികസനത്തിന്റെ വഴി മുട്ടിക്കുകയാണ്, ശ്വാസം മുട്ടിക്കുകയാണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ?
ഇങ്ങനെയൊക്കെ അഭിപ്രായം CNTG ഉണ്ട്. ഈ സംസ്ഥാനമായിട്ടൊന്ന് ചർച്ച ചെയ്യേണ്ടതെന്ന് ഓഡിറ്റർ ചെയ്യപ്പെടുന്നവർ അല്ല ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, ഇങ്ങനെ മൂന്നാണ് ഓഡിറ്റ് നിയമപ്രകാരം ഉള്ളത്. അതില് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിയുടെ അഭിപ്രായം ചോദിക്കണ്ടേ? ഞെട്ടിപ്പിക്കുന്നൊരു വിവരം തിരിച്ചറിഞ്ഞത് ഇത് നേരത്തെ തന്ന കരട് റിപ്പോർട്ടില് ഇങ്ങനൊരു ഭാഗമേ ഇല്ല. ഞങ്ങൾ കണ്ട കരട് റിപ്പോർട്ടിൽ ആകെയുള്ളത് ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, പിന്നെ ഇതിന്റെ നിങ്ങൾ പറഞ്ഞ അത്രയും പണം ചെലവാക്കിയില്ല എന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ്. നത്തിങ് കരട് റിപ്പോർട്ടിൽ. എന്തോ അതെ, ഭരണഘടനാ വിരുദ്ധമാണ് ഇത്. ഈ പറഞ്ഞ ലോജിക്കിൽ ഇത് മസാല ബോണ്ട് പാടില്ല, മസാല ബോണ്ട് മാത്രമല്ല ഈ വായ്പയെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വാദിച്ച് സമർത്ഥിച്ച 4 പേജുകളാണ്. ഇപ്പൊ കരട് റിപ്പോർട്ട് അയച്ചു കൊടുത്തതിൽ ഇല്ലാത്തത് എങ്ങനെ വന്നു? ഡൽഹിയിൽ നിന്ന് കൂട്ടിച്ചേർത്താണ്. ഇന്ന് മനോരമ പത്രത്തിലുണ്ട്, അത് ശരിയാ അക്ഷരം. കാരണം ഇത് ആ റിപ്പോർട്ട് വായിച്ചതിന് ശേഷം ഈ കരട് റിപ്പോർട്ട് നേരത്തെ ഒന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് തപ്പി കരട് റിപ്പോർട്ട് എടുത്ത് വെച്ചപ്പോൾ ഈ ഭാഗമേ ഇല്ലെന്ന്. ഇത്ര വലിയ ഗൂഢാലോചനയാണ് കേരളത്തിനെതിരായി നടക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. AGയും കേരളത്തിലെ സർക്കാരും തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പോലെ വരാം. അദ്ദേഹം പോലും എഴുതാത്ത കാര്യം ഡൽഹിയിൽ നിന്ന് കൂട്ടിച്ചേർക്കാം, എന്നിട്ട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതിരിക്കാം, എന്നിട്ട് ഈ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കാനെന്ന് പറഞ്ഞ് തരാം, എന്നിട്ടോ CNTG കേസിൽ കക്ഷി. ഇതെങ്ങനെ എന്റെ ശ്രദ്ധ വന്നത്? ധനമന്ത്രി എന്ന നിലയിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിടക്കാനൊന്നും മന്ത്രിക്കൊന്നും പറ്റത്തില്ല. അതൊക്കെ അവന്റെ മുറ പോലെ കാര്യങ്ങൾ നടക്കും. അപ്പൊ എല്ലാ തവണയും കഴിഞ്ഞ തവണയും ഇങ്ങനെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിന് മറുപടി കൊടുക്കുകയുണ്ടായി. അതിൽ 2 വാദങ്ങളുണ്ടായ. ഓഫ് ബഡ്ജറ്റാണ്, ഈ പണം ഞാൻ ഇത്രയും ചിലവാക്കുന്ന ബഡ്ജറ്റിൽ പറഞ്ഞിട്ട് അത്രയും ചിലവാക്കിയില്ല, പ്രൊജക്ട് നടത്തിയ വൈകി. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അതിന് റിപ്പോർട്ട് മറുപടി തയ്യാറാക്കി അയച്ചത് വല്ലതും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ സംബന്ധിച്ച് എനിക്ക് പറ്റില്ല, ഓഫീസ് തുറന്നിട്ട് ഇത്ര നേരമല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ളത് കൊണ്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ പതിവ് അനുസരിച്ച് ഈ 4 പേജ് ഇല്ല, കരട് റിപ്പോർട്ടിൽ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് കിഫ്ബിക്ക് അയച്ചു. അപ്പൊ ഇത് ഇങ്ങനെ ചർച്ച ചെയ്തെന്താ ഇങ്ങനെ വന്നത്? ഇതിന് മറുപടിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്ന് എനിക്കൊരു വിവരം കിട്ടുന്നത് വ്യക്തിപരമായിട്ട്. അല്ല, ഇങ്ങനെ ആ കേസ് ഫെബ്രുവരി കൊടുത്ത് അവിടെ കിടപ്പുണ്ടല്ലോ, അതിപ്പോൾ എടുക്കാനായിട്ട് ഉള്ള വേഗത്തിലെടുക്കാനുള്ള നീക്കമുണ്ട്. അപ്പോഴാണ് കത്തിയത് കേട്ടോ ബൾബ്, അപ്പോഴാണ് കത്തിയത്. ഇത് കാണുന്ന ചെറിയ കളിയല്ല. ഈ കേരള സംസ്ഥാനത്തെ വെട്ടിലാക്കാൻ, തകർക്കാൻ വേണ്ടിയുള്ള വമ്പൻ ഗൂഢാലോചനയാണ്. അപ്പൊ ഞാനിത് പുറത്തു പറയുമ്പോൾ എന്റെ ഉത്തമ വിശ്വാസം കരട് രേഖയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നും ചെയ്യുമെന്ന് ആരെങ്കിലും ധരിക്കുന്നു? ഇതുവരെ ചർച്ച ചെയ്യാത്തൊരു കാര്യം, എക്സിറ്റ് മീറ്റിംഗിൽ പറയാത്ത കാര്യം, എക്സിറ്റ് മീറ്റിംഗിൽ തന്ന രേഖയിലില്ലാത്ത കാര്യം ഏകപക്ഷീയമായി എഴുതി ചേർക്കുമെന്ന്. അതുകൊണ്ട് ഉത്തമ വിശ്വാസത്തിൽ കരടാണ്. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഇതിനുള്ള മറുപടി വിശദമായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഇനി അന്തിമമാണെങ്കിലോ ആയിക്കോട്ടെ. പക്ഷേ ഇത് പ്രൊസീജിയറിന്റെ പ്രശ്നമല്ലെന്ന് അങ്ങനെ ചുരുക്കേണ്ടവർക്ക് ചുരുക്കിയിരുന്നുള്ളൂ. ഇത് കേരളത്തിന്റെ വികസനത്തിന്റെ തന്ത്രത്തിന്റെ ഭാവിയുടെ പ്രശ്നമാണ്. ആ രീതിയിൽ ഇതിനെ കേരളം കാണണം. ഇതിനെ ചെറുക്കുന്നതിന്
കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കണം. ബാക്കി പല തർക്കങ്ങളുണ്ടാവും. 99 തുടങ്ങിയ ഒന്ന് UDF ഭരിച്ചിട്ടുണ്ട്, LDF ഭരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന കാലത്ത് ഇങ്ങനെ ഇതിനെ ചെയ്യാമെന്ന് പറഞ്ഞത് ബഡ്ജറ്റ് പ്രസംഗത്തിൽ, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുഴുവൻ പേരും ഒരുമിച്ച് നിൽക്കണം. ഇതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. യെസ്, ഓരോരുത്തരും അതെ. അത് സംബന്ധിച്ച് ഒരു പത്രത്തെ മാത്രം വന്നുള്ളൂ. ആ പത്രത്തിൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കാലത്ത് ഈ എക്സിറ്റ് മീറ്റിംഗിൽ തന്ന കരട് റിപ്പോർട്ട് ഇതുണ്ടോന്ന് നോക്കും. അങ്ങനത്തെ ഒരു പരാമർശമില്ല. എന്തോ ഒന്ന് താത്തിയിട്ട് പറയും, എനിക്ക് ചെറിയ പ്രയാസം. അപ്പോ ഇപ്പൊ നിയമസഭ വെക്കേണ്ടതാണ്. പക്ഷേ എങ്ങനെയാണ് നിങ്ങളൊരു അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് സംസ്ഥാനമായിട്ട് ചർച്ച ചെയ്യാതെ ഒരു ഘട്ടത്തിൽ? കരട് റിപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, ഉത്തമ ബോധ്യത്തിലാ പറഞ്ഞത്. എന്താ ഉത്തമ ബോധ്യം? ഒരു കാലത്തും ഇല്ലാത്ത കീഴ്വഴക്കമാണെന്ന്, ഒരിക്കൽ പോലും സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്യാത്തൊരു കാര്യം റിപ്പോർട്ടായിട്ട് എഴുതി വെച്ചിട്ട് മുന്നോട്ട് വരിക, അത് സ്വാഭാവികമായിട്ട് കരട് റിപ്പോർട്ടാണെന്ന് തിരിച്ചു. അപ്പൊ ഇനി അത് എജിക്ക് അയച്ചു കൊടുക്കാം, എന്താന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ നിയമസഭയിൽ വെക്കും കരട് റിപ്പോർട്ട്, ആക്ഷൻ റിപ്പോർട്ടായിട്ട്. അതെ, അത് അതിനുള്ള മറുപടി തയ്യാറാക്കും, ഔദ്യോഗിക തയ്യാറാക്കും. എന്താ ഈ റിപ്പോർട്ട് വരുമ്പോഴാ കാണുന്നത് ഇങ്ങനെ നേരത്തെ ഇല്ലാത്ത ചർച്ച ചെയ്യാത്തൊരു ഭാഗമുണ്ട്. അപ്പൊ ചർച്ച ചെയ്യാത്ത ഭാഗത്തെക്കുറിച്ച് കിഫ്ബിക്ക് കൊടുക്കുന്നു, അതിന് മറുപടി തയ്യാറാക്കാനായിട്ട്. എന്തുകൊണ്ടിങ്ങനെ വിശദീകരണം? കിഫ്ബി മറുപടി തയ്യാറാക്കുന്നു. അങ്ങനെ മറുപടി തയ്യാറാക്കാൻ വരുന്നത് കരട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ? അത് ഞാൻ പത്രത്തോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ ഉത്തമ ബോധ്യം വന്നു. ഇതുകൊണ്ടാണ്. ബാക്കി നിയമസഭയുടെ അവകാശ ലംഘനത്തിന്റെ കാര്യമൊക്കെ നിയമസഭയിൽ നോക്കാമെന്ന്. അതായിക്കോട്ടെ എന്ന് ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ, വന്നോട്ടെ എന്റെ വഴിക്ക്. പക്ഷെ പ്രശ്നം ഈ പ്രൊസീജിയറൽ സ്ഥാനത്ത് കിടക്കാനുള്ളതല്ല ഈ കാര്യം. ഇത് കേരളത്തിലെ ഇത്ര വലിയ ഭീമൻ, ഒരു കാലത്ത് ഈ കേരളത്തിന് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള പദ്ധതികൾ തികച്ചും നിയമവിധേയമായിട്ട്, തികച്ചും അതിന്റെ ഫിനാൻഷ്യൽ ഇന്റഗ്രിറ്റി കൂടി നടപ്പാക്കുന്നൊരു പരിപാടി ഇത് പറഞ്ഞ് സ്കട്ടിൽ ചെയ്യുന്നതിന്റെ പ്രശ്നമാണ് ഞാൻ അവിടെ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീജിയറായിട്ടുള്ള പിന്നെ നോക്കാം. ഞാൻ അന്തിമ റിപ്പോർട്ടും കരട് റിപ്പോർട്ടും തുടങ്ങിയപ്പോൾ പറഞ്ഞു തുടങ്ങിയത് ഇമ്മ കിടന്ന് കളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് പറയാനുള്ള പറഞ്ഞു. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. വേറെ വല്ലതും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കും. അതിന്റെ മറുപടിയാ പറഞ്ഞത്. ഇവിടെ ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്യാത്ത ഒരു 4 പേജ് ഇതിൽ എഴുതി ചേർക്കുമ്പോൾ അത് കമന്റിന് വേണ്ടിയിട്ട് കിഫ്ബിയിൽ വരുമ്പോൾ കിഫ്ബി ധരിക്കാൻ സ്വാഭാവികമായിട്ട് കരട് റിപ്പോർട്ട് പ്രതികരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതിന് വല്ല വ്യത്യാസമുണ്ടെങ്കിലും ആയിക്കോട്ടെ, സോ വാട്ട്. കാതലായ ഇഷ്യൂ ഇതാണെന്ന്. നിങ്ങളുടെ ശ്രമം എന്ന് പറയുന്നത് ഈ വലിയ പ്രശ്നത്തിൽ നിന്ന് മാറ്റി ഒരു പ്രൊസീജിയറൽ പ്രശ്നമാക്കി വിവാദത്തെ നിർത്താനല്ലേ. എനിക്കിപ്പോൾ അതിനെ കൂടുതൽ വർത്താനം പറയാനില്ല. അത് നിങ്ങളുടെ വിവരം അങ്ങനെ ഇരുന്നോട്ടെ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെങ്ങനെ ആന്വിറ്റി സ്കീം നടപ്പാക്കുന്നത്? എങ്ങനെയാണെന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെടുത്തിട്ടുള്ള വലിയ പ്രൊജക്ടുകളൊക്കെ ആന്വിറ്റി സ്കീമല്ലേ? നാളെ സർക്കാരിന് വരുമാനമില്ലാതെ പോയി എങ്ങനെ തിരിച്ചടക്കും? അങ്ങനെ ബാധ്യതയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതുകൊണ്ട് ഈ ആന്വിറ്റി സ്കീമിലെ വായ്പ മുഴുവനും UDF പറയോ നിങ്ങളുടെ കറണ്ട് വായ്പയിൽ ഉൾപ്പെടുത്തിക്കണമെന്നുള്ളത് ഇല്ല. ദീസ് ആർ ബിസിനസ് മോഡൽസ്. അപ്പോ ഇപ്പൊ തന്നെ എടുക്കുക. അത് ഞാൻ ആ കണക്ക് പറഞ്ഞത്. 3000 കോടി രൂപ കൊടുക്കേണ്ട വന്നപ്പോ 5800 കോടി രൂപ കിഫ്ബിയുടെ കയ്യിലുണ്ട്. വളരെ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാവുന്ന 2025 ജനുവരി മാസത്തിൽ കിഫ്ബിയുടെ അസറ്റ് എന്ത്, ബാധ്യതയുണ്ട്. സോ ഇറ്റ്സ് എ വെരി പ്രൊഡക്റ്റീവ് മോഡൽ. അതനുസരിച്ച് ഇന്ന മാസത്തിൽ നമ്മുടെ അസറ്റ് ലയബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു, വിൽ പുട്ട് എ സ്റ്റോപ്പ് ടു ദ പ്രോജക്ട്സ്. ഇതനുസരിച്ച് പ്രോജക്റ്റ് പോകാൻ പറ്റത്തുള്ളൂ. പുതിയ പ്രോജക്റ്റുകൾ എടുക്കുന്നില്ല. 50,000 കോടി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് 60,000 കോടി ഇപ്പം എടുക്കുന്നത്? കാരണം പ്രായോഗികമായിട്ട് ഈ പ്രൊജക്റ്റ് വന്നപ്പോൾ 2 കാര്യം കണ്ടു. ഇതിൽ 20,000 കോടി രൂപ നമ്മൾ ലാൻഡ് അക്വിസിഷനാണ്. ഈ പറയുന്ന സ്പീഡ് ദേശീയപാത പോലെ ലാൻഡ് അക്വിസിഷൻ നീങ്ങുന്നില്ല. ഇപ്പം തന്നെ അത് കൊടുക്കേണ്ടി വരത്തില്ല, വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയം വേണ്ടി വരും. പിന്നെ അതുപോലെ പല പ്രൊജക്റ്റുകളും എവിടെയൊക്കെ ലാൻഡ് അക്വിസിഷൻ ഉണ്ടോ, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉണ്ടോ, അവിടെ എല്ലാം താമസിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഓൾറൈറ്റ്, അസറ്റ് ലയബിലിറ്റി മാച്ചിങ് രേഖ, ഈ അസറ്റ് ഈസ് സോ മച്ച് ഹയർ ഇപ്പോൾ ഉള്ളതുപോലെ, ശരി അന്ന് കുറച്ചുകൂടി പ്രൊജക്റ്റുകളാവാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെയാണെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടത് ആധുനിക രീതിയിൽ. കേരളത്തിനെ ഈ രീതിയിൽ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് സാധാരണഗതിയിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. യെസ്, അതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. വീണ്ടും വീണ്ടും എന്നെ കൊണ്ടത് എന്നെ പറയിച്ചുകൊണ്ടിരിക്കണമെന്ന് വല്ല വാശിയുണ്ടോ? ഞാൻ എന്താ പറഞ്ഞത്? ഇത് കരട് റിപ്പോർട്ട് എന്ന് പറഞ്ഞത് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ബോധ്യം എങ്ങനെ ഉണ്ടായി? ഇത്തരത്തിൽ ഒരു ഘട്ടത്തിലും സംസ്ഥാന സർക്കാരുമായി ചേരാത്ത 4 പേജുകൾ വരികയും അത് കമന്റിന് വേണ്ടി കിഫ്ബി അഭിനയിക്കുമ്പോൾ അവർ സ്വഭയോ ചിന്തിക്കുന്ന കരട് റിപ്പോർട്ടാണ്, നമുക്ക് മറുപടി നൽകാൻ അവസരമുണ്ട്. അങ്ങനെ മറുപടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഓൾറൈറ്റ്, ഇനി ഇത് കരടല്ല അന്തിമെന്ന് പറഞ്ഞാലും ഞാൻ ഇത്ര നേരം വർത്തമാനം പറഞ്ഞാലും വല്ല മാറ്റമുണ്ടോ? നത്തിങ് ചേഞ്ചസ്, നത്തിങ് ചേഞ്ചസ്. ഓക്കെ, C&H നമ്മുടെ കിഫ്ബിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററായിട്ട് വെച്ചിട്ടുള്ളത് വർമ്മയാണ്. അതും ടെൻഡർ മുഖേന എടുത്തതാണ്. എന്നാൽ നമ്മുടെ ബോണ്ടുകൾ ഇറക്കിയപ്പോൾ പല ബോണ്ട് നിക്ഷേപകരും ആവശ്യപ്പെട്ടു, ഒരു ഓഡിറ്റർ പോരാ, ഒരു ഓവർസൈറ്റ് ഓഡിറ്റർ കൂടി വേണം. അപ്പോൾ ഒരു ഇന്റർനാഷണൽ മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു ഹൈ ക്രൈറ്റീരിയയാണ് വെച്ചിരിക്കുന്നത്. ടേൺ ഓവർ സംബന്ധിച്ച് എത്ര വർഷമുണ്ട്, എത്ര ബിസിനസ് ചെയ്തിട്ടുണ്ട്, അത്തരത്തിലുള്ള ക്രൈറ്റീരിയ വെച്ച് ടെൻഡർ ചെയ്തു. ടെൻഡർ ചെയ്തത് ചെന്നൈയിലുള്ള സൂര്യക്കോ എന്ന് പറയുന്ന കമ്പനിയാണ് എടുത്തത്. അതിൽ ഒരു പാർട്ട്ണറാണ് ഇദ്ദേഹം, അന്നായിരുന്നു, അന്ന് നമുക്കറിയാവുന്നത്. ഇതൊന്നും പോയിട്ട് ആരെയും വിളിച്ച് കൊടുക്കുന്നൊരു ഏർപ്പാടല്ലെന്ന്. ഇതിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നു, ടെൻഡർ ചെയ്യുന്നു, ടെൻഡറിൽ വരുന്നു. അത് ഏറ്റവും വിദഗ്ധരായ വിദ്വാൻമാർ പരിശോധിച്ച് അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ കോട്ടിന് കൊടുക്കുന്നു. എന്തോ ഈ ഫോറിൻ പണത്തെക്കുറിച്ചുള്ള പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് എടുക്കുന്ന അവിടെ നിന്ന് എടുക്കുന്ന തമ്മിലുള്ള വ്യത്യാസം, എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് വരും എന്നുള്ളത്. പക്ഷെ മസാല ബോണ്ട് ആ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് വരുന്നില്ല. അതാണ് ഇനി എല്ലാ സംസ്ഥാനം എടുക്കാൻ പോയാൽ എക്സ്റ്റേണൽ ലയബിലിറ്റിയെ എങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്യും എന്നുള്ളത് പ്രശ്നമല്ല. കാരണം ഇന്ത്യൻ റുപ്പിയിലാണ് കൊടുക്കുന്നത്, ആണ് മസാല ബോണ്ട് എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്.
അവർ ഡോളറിലാണ് തരുന്നെങ്കിലും കിഫ്ബിക്ക് കിട്ടുന്ന രൂപയിലാണ്. രൂപയിൽ കൊടുത്തേച്ചാൽ മതി. അതുകൊണ്ട് ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഒന്നും നമുക്ക് ബാധകമല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? കിഫ്ബി ഡയറക്ടറോടൊന്നും ബോർഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെ മൂളികളല്ല. അവിടെ അഭിപ്രായം ചർച്ചയൊക്കെ വളരെ വിശദമായിട്ട് കിടക്കും. 3-4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യോഗങ്ങളാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പക്ഷെ ബോർഡിലുള്ള മുഴുവൻ ഇൻഡിപെൻഡന്റ് മെമ്പർമാരും എല്ലാവരും പറയുന്നു ചെയ്യണം. എന്തുകൊണ്ട് ചെയ്യണമെന്ന് അവരെല്ലാവരും പറഞ്ഞു. ഇത് കിഫ്ബിക്ക് നൽകുന്ന ഇന്റർനാഷണൽ വിസിബിലിറ്റി വളരെ വലുതാണ്. കിഫ്ബിയുടെ പ്രൊജക്ട്, അതിന് പാക്കേജ് വെച്ചിരിക്കുന്നത്, ഇതിന്റെ രീതി, കാര്യങ്ങൾ. ആ വർഷത്തെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇന്നോവേഷൻ അവാർഡിന് കിട്ടി. ഇറ്റ് ഗീവ്സ് എ ഇന്റർനാഷണൽ വിസിബിലിറ്റി ടു. അങ്ങനെ വിസിബിലിറ്റിയും റേറ്റിംഗും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും വായ്പ എടുക്കാൻ കൂടുതൽ സുഗമമാണ്. അപ്പൊ അന്ന് റിസർവ് ബാങ്കിന് അനുമതി കിട്ടിയിട്ട് അനുമതി നമ്മൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കലല്ല. ഭയങ്കര തുകയൊന്നുമല്ലോ, 2000 ചില്ലാനും കോടി രൂപയല്ലേ. അത് എടുക്കണമെന്ന് ഭൂരിപക്ഷം ആളുകളും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പോയി അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ മസാല ബോണ്ട് അന്നെടുത്തപ്പോ 9 രൂപ, കിഫ്ബി 2009 എടുത്തപ്പോ 13% വായ്പ എടുത്ത്, UDFന്റെ കാലത്തെടുത്തപ്പോ 12%, 11% എടുത്തത്. ഇതൊക്കെ പലിശയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ പാവങ്ങളിട്ട് പരിഭ്രമിക്കപ്പെടാൻ വേണ്ടിയിട്ട് അയ്യോ ഭയങ്കരം ഇത്ര പലിശ വരുന്നു. ഇന്നിപ്പോ പലിശ കുറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും വായ്പ എടുക്കുന്നതിനുള്ള ക്രെഡിബിലിറ്റി ഉള്ളൊരു സ്ഥാപനമാണ് കിഫ്ബി എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ബോറോയിങ് എത്ര എളുപ്പമാക്കി തീർക്കുന്നു. സോ അത് വെച്ചിട്ടാണ് ഇതിലൊക്കെ വളരെ പ്രാഗൽഭ്യമുള്ള വിദ്വാൻമാർ പറഞ്ഞത് അത് ഈ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നുള്ളത്. ഇന്നില്ല, ഇത് സ്വീകരിക്കില്ല. ഇന്ന് പുറത്തു പോയാലും ഇപ്പോ കിഫ്ബി IFC-യുമായിട്ട് വേൾഡ് ബാങ്കിന്റെ ഒരു ആമാണ് IFC, ഞങ്ങൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വായ്പ എടുക്കാൻ പോകുമ്പോൾ 8% തരുന്നത് മാറിക്കൊണ്ടിരിക്കുന്നു. സോ യു മേക്ക് എ ജഡ്ജ്മെന്റ് ഓൺ ഇറ്റ്. അല്ലാതെ സർക്കാർ ഗുമസ്താൻ ഇരുന്നിട്ട് ഫയലിൽ കുറിക്കുന്ന പരിപാടിയല്ലേ കിഫ്ബി എന്ന് പറയുന്നത്. നാട്ടിലുണ്ടായിട്ടും പുറത്തുപോയി എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും മസാല ബോണ്ട് ഇറക്കാൻ പറ്റില്ല. ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് സംസ്ഥാന ഏജൻസി മസാല ബോണ്ട് ഇറക്കിയിട്ടുള്ളത്. അതുപോലെ മസാല ബോണ്ട് ഇറക്കിയിട്ടുള്ള നഹായ്, ഇന്ത്യൻ ഓയിൽ കമ്പനി, ഇങ്ങനെയുള്ള 2-3 സ്ഥാപനങ്ങളാണ്. ഭയങ്കരമായ ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ് വാസ് എ ചാലഞ്ച് ടു കിഫ്ബി. We wanted to announce at international level and national level, here is a new financial institution which can operate in any financial market. അതാണ് ചെയ്തത്. അത് ചെയ്യണം എന്നാണ് അതിന്റെ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നു. അത് ഞാൻ പറഞ്ഞത്, എന്താ സർവ്വമത സമ്മേളനമാണ്, എല്ലാവരും കെട്ടിപ്പിടിച്ചിരിക്കേണ്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. മസാല അതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല് അത് പറയാം. വാട്ട് ഈസ് ഇറ്റ് ആഫ്റ്റർ ഓൾ? ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് പണത്തിന് ആവശ്യമില്ല. പിന്നെ ഇത്രയും പലിശ, നമുക്കതിനൊക്കെ പലിശ കുറച്ചുകൂടെ കിട്ടും. ദാറ്റ്സ് ദ, കാരണം ഇപ്പൊ നമുക്ക് 10,000, ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അസറ്റിനേക്കാൾ വളരെ താഴ്ന്നാണ് ലയബിലിറ്റി ഉള്ളത്. മറിച്ചെന്താ വാദം? ഇപ്പൊ റിസർവ് ബാങ്ക് അനുവാദം നിൽക്കും. നാളെ സ്ഥിതിഗതികൾ മാറാം. ഇന്ന് നിങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇങ്ങനെ ക്രെഡിബിലിറ്റി സ്ഥാപിക്കുന്നത്
നിങ്ങളുടെ സ്ഥാപനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കും. സോ അതാണ് നമ്മൾ ഇന്നത്തെ പലിശ ഇത്ര വരുമാനം എന്ന് നോക്കലല്ല. വി ആർ തിങ്കിങ് ഓഫ് എ വിഷൻ വെച്ച് അടുത്തൊരു ക്വാർട്ടർ ഓഫ് സെഞ്ചുറി. അങ്ങനെ കിഫ്ബിയെ ഇന്റർനാഷണലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഏറ്റവും സഹായകരമാണ്. അതുകൊണ്ട് വേണമെന്ന് ബാക്കിയുള്ളവർ പറഞ്ഞു. അതെ, നമുക്ക് ബാധ്യത വരുമെന്നുള്ളത് കൊണ്ട് എല്ലാ വർഷവും ഓരോ മിനുക്കുപണികൾ കഴിച്ച് നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാം. കേരളത്തിൽ നമ്മൾ കഴിഞ്ഞൊരു അരനൂറ്റാണ്ട് കേരളം ഉണ്ടായാലും ഒരു 70 പതിറ്റാണ്ട് അങ്ങനെയാണ്. നമ്മുടെ എല്ലാ ചെലവും എല്ലാം കഴിഞ്ഞ് ബാക്കി കുറച്ച് പണമുണ്ട്. ആ പണം കൊണ്ട് നമ്മൾ റോഡ് പണിയുന്നു, അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ നോക്കുന്നു, അതുകൊണ്ട് വല്ലതും നട്ടാമുട്ടൊക്കെ ചെയ്യുന്നു. ആൻഡ് ലുക്ക്, ഈ മോഡേൺ മേഖലയിൽ കേരളം എവിടെയാണ്? അഫ്കോഴ്സ് കേരളം നമ്പർ 1 ആണ് ക്ഷേമപ്രവർത്തനങ്ങളിൽ, ജനങ്ങളുടെ ബേസിക് നീഡ്സിൽ. അത് പ്രധാനപ്പെട്ടതാണ്. നാട്ടിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം എത്രയോ തലമുറക്ക് കൊടുത്തു. പക്ഷേ ഇന്നിപ്പോ ഇവരുടെ പിള്ളേരുണ്ടല്ലോ, അവർക്ക് അച്ഛൻ്റെ അമ്മയുടെ ജോലി പോരാ, അവർക്ക് പുതിയ നല്ല വരുമാനമുള്ള തൊഴിലുകൾ വേണം. അതാണ് കേരളത്തിന്റെ ഡെവലപ്മെന്റ് ചലഞ്ച്. അത് വേണോ? ഈ ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പം നിങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത് അങ്ങനെ കുറച്ച് സാധനത്ത് പതുക്കെ പതുക്കെ ബാധ്യതയും റിസ്ക്കും ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ വേറെ ചില വിദ്വാന്മാർ പറയുന്നത് നിങ്ങളിങ്ങനെ ക്ഷേമത്തിനും കാര്യത്തിനും ഒക്കെ ഇതിന് പണം ചെലവഴിക്കുന്നതുകൊണ്ടാണ് ഈ സ്കൂളിന് ഇത്രയും പണം മുടക്കുന്നു, ആശുപത്രിക്ക് ഇത്രയും മുടക്കുന്നു, അതില്ലാതാക്കിയിട്ട് ഇത് ചെയ്യും. ഞങ്ങളതിന് തയ്യാറില്ല. ആ തയ്യാറില്ലെങ്കിൽ പണം എങ്ങനെ കണ്ടെത്തും? ഹിയർ ഇസ് എ ബിസിനസ് മോഡൽ. അപ്പം നിങ്ങൾ പറയുന്ന റിസ്ക് ഉണ്ട്, നിങ്ങൾ കടം വന്നങ്ങ് തകർന്നു പോകുമോ? അതിനാണ് ഞാൻ പറഞ്ഞത് അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോർസിയബിൾ ഫ്യൂച്ചറിൽ ഒരു കാലത്തും നിങ്ങളുടെ ബാധ്യത എപ്പോഴും അസറ്റിനേക്കാൾ താന്നിരിക്കും എന്ന് ഉറപ്പുവരുത്തുന്നു. ആൻഡ് ദിസ് എ പബ്ലിക് ആയിട്ട് ആരെയും കാണിച്ചു കൊടുക്കാം. ദാറ്റ് ഇൻഫാക്ട് എന്തുകൊണ്ടാണ് കിഫ്ബിക്ക് ഇപ്പോൾ IFC വായ്പ തരാൻ തയ്യാറാകുന്നത്? വളരെ ചുരുക്കം സ്ഥാപനങ്ങൾക്ക് സ്വകാര്യ സ്ഥാനം IFC ഇവിടെ വായ്പ കിട്ടിയിട്ടുള്ളൂ. ദിസ് ഇസ് ഇറ്റ്. ഓരോരുത്തരും കാണുമ്പോൾ അവരോട് പറയും, ഇന്നത് നിങ്ങളുടെ വായ്പ വന്നാൽ അടുത്ത ഞങ്ങളുടെ ലയബിലിറ്റി ഇങ്ങനെ കൂടും, ബട്ട് ഇറ്റ് വിൽ ബി ബിലോ, ഞങ്ങളുടെ ലയബിലിറ്റി വിൽ ബി ബിലോ അവർ അസസ്. അതുകൊണ്ട് നിങ്ങളുടെ വായ്പ സുരക്ഷിതമാണ്. അതുകൊണ്ടാണ് കിഫ്ബിക്ക് എത്ര എളുപ്പത്തിലെ വായ്പ ഉണ്ടാക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് നിന്ന് മേടിക്കാഞ്ഞിട്ടാണ്, കിട്ടാൻ പ്രയാസം ഉണ്ടായിട്ടല്ല, പണി തീരുന്ന മുറക്ക് മതി. സോ വിയപ്പെട്ട കുഷ്യൻ അതിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ടു പോകുന്നു. എന്തോ കിഫ്ബിന്ന് അഡീഷണൽ ആയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു 3000+ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എടുത്തിട്ടില്ല. 3500 കോടിയോ മറ്റോ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. പക്ഷെ എപ്പോൾ കൈ നീട്ടിയാലും നമുക്ക് ഒരു 10,000 കോടിയൊക്കെ ഈസി ആയിട്ട് കിട്ടും. ഇപ്പം നബാർഡ് തന്ന 600 കോടിയിൽ 200 നമ്മൾ എടുത്തിട്ടുള്ളൂ. നിയമം പാസ്സാക്കിയത് ഒരുമിച്ചല്ലേ? ആ നിയമത്തിലെ വ്യവസ്ഥ നടപ്പാക്കണമെന്നല്ലേ പറയുന്നുള്ളൂ. UDF കൂടി കൈവക്കി ഏകകണ്ഠമായിട്ടാണ് നിയമം പാസ്സാക്കിയിട്ടുള്ളതെന്ന്. ഈ മോട്ടോർ വാഹന നികുതിയുടെ 50% പെട്രോൾ സെസ്സും നൽകണമെന്ന് ഏകകണ്ഠമായിട്ടല്ലേ നിയമസഭ പാസ്സാക്കിയത്. അത് ചെയ്ത് വെച്ചാൽ മതി, അതിനപ്പുറം വേണ്ട. ആ ബാധ്യതയേ ഉള്ളൂ, അതിനപ്പുറം ബാധ്യതയില്ല. ആ ബാധ്യതയിൽ നിർത്തുന്ന രീതിയിലുള്ള ബിസിനസ് മോഡലാണ് കിഫ്ബിയിലുള്ളത്. ഇവിടെ നടക്കുന്നത് എന്ത്? ഇത് അറിയാത്തവരൊന്നുമല്ല. ഇതിനെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു പണി
ഇവിടെ പറയാത്ത, ഇവിടെ ചർച്ച ചെയ്യാത്ത, നിങ്ങളുടെ മാധ്യമങ്ങളിൽ വന്ന് ഞാൻ വായിച്ചതാ, ഞാൻ പറഞ്ഞതല്ല. ഡൽഹിയിൽ നിന്ന് ചേർക്കാം, എന്നിട്ട് ഡൽഹിയിൽ തന്നെ കേസിന്റെ ഒറിജിനൽ പെറ്റീഷൻ തയ്യാറാക്കാം. ഇതൊക്കെ കാണുമ്പോ ഇത് ചെറിയൊരു കളിയല്ല കേരളത്തിൽ നടക്കുന്നത്. നോക്കൂ സുഹൃത്തെ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ 1999 ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയല്ലേ? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ആന്വിറ്റി സ്കീമുകളൊക്കെ വായ്പ എടുക്കുമ്പോൾ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയല്ലേ? ഈ കോൺസ്റ്റിറ്റ്യൂഷനല്ലേ മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഒക്കെ ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് ബോഡികൾ വായ്പ എടുക്കുമ്പോഴുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പൊ ഇവിടെ വരുമ്പോൾ മാത്രം കോൺസ്റ്റിറ്റ്യൂഷന് വേറൊരു വ്യാഖ്യാനം വരണം എന്തിന്? സോ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിബേറ്റബിൾ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പ്രശ്നം. ഇത് ഈ അഴിമതിയുടെ കാര്യത്തിൽ കിഫ്ബിയിൽ എന്തോ അഴിമതി, ഹു ഹാസ് റേസ്ഡ്, ചിലരൊക്കെ എന്തോ കിഫ്ബിയിൽ എന്തോ അഴിമതിയാണ്. നിങ്ങൾ ഏത് MLA കേരളത്തിലുള്ളവരോട് ചോദിച്ചോളൂ എന്താ പ്രശ്നമെന്ന്. അവരപ്പ പരാതി പറയുന്നത് കിഫ്ബി കർക്കശമാണ്, കിഫ്ബിയുടെ പ്രൊജക്റ്റ് നടപ്പാക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്, അത് അപ്ലോഡ് ചെയ്യണം, അതിന്റെ പറഞ്ഞ രീതിയിലല്ല ഒരു ഇഞ്ച് കഴഞ്ച് മാറ്റാൻ പറ്റത്തില്ല, മാറ്റണമെങ്കിൽ അവിടെ പോകണം, ഇവിടെ പ്രശ്നം. അതുകൊണ്ട് DPR പലരും സ്കൂൾ കെട്ടിടമൊക്കെ DPR വേണ്ടതുപോലെ സ്ഥലം ഇൻസ്പെക്ട് ചെയ്യാതെയൊക്കെ പാസ്സാക്കി, എന്നിട്ട് പിന്നെ പണിയാൻ തുടങ്ങിയപ്പോൾ എത്ര നിർത്തിവെപ്പിച്ചിരിക്കുന്നു. സോ സ്ട്രിക്റ്റ്. നമ്മുടെ സാധാരണഗതിയിലുള്ള വർക്കുകൾ പോലല്ല, വളരെ കർക്കശമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അപ്രൈസൽ സിസ്റ്റം ഉണ്ട്. പ്രൊജക്ട് ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല, പ്രോജക്റ്റ് നടപ്പാക്കുമ്പോഴും അവർ പ്രൊജക്ട് രേഖയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറ്റാൻ അനുവദിക്കില്ല. അപ്പൊ ഇതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കിഫ്ബിയുടെ പ്രൊജക്റ്റുകൾ നീങ്ങാൻ വലിയ തടസ്സം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ മന്ത്രി വിളിച്ചു പറഞ്ഞു, ഇപ്പൊ ഞാൻ വിളിച്ചു പറയണം അതങ്ങ് PW അതിന്റെ വഴിക്കൊക്കെ കൊണ്ടുപോകാൻ അറിയാം, കിഫ്ബി നടക്കില്ല, മന്ത്രി പറഞ്ഞാലും നടക്കില്ല. മന്ത്രിയല്ല തീരുമാനിക്കുന്നത്, ഇറ്റ്സ് ലേഡ് ഡൗൺ. അതുകൊണ്ട് ഇതൊന്നും അല്ല പ്രശ്നം. പ്രശ്നം ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള വമ്പിച്ച ഒരു രാഷ്ട്രീയ ഗൂഢാലോചന കേരളത്തിൽ നടക്കും. സുഹൃത്തെ, നമ്മളത്ര നിഷ്കളങ്കരാവരുത്. ഇന്ത്യയിൽ നടക്കുന്നത് എന്താ? ഒരു സംസ്ഥാനത്തെ തന്നെ 3 ദിവസം കൊണ്ട് ഇല്ലാതാക്കി വിട്ടില്ലേ? പിന്നെ സംസ്ഥാനത്തിന്റെ തയ്യാറ്. ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുള്ള സെക്യൂരിറ്റി നിയമം, വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഇപ്പം ലേബർ ലോ, എല്ലാത്തിലും സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ കവർ ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് അതിന്റെ കാരണം എന്താ? ഇന്ത്യയിലെ ഡൈവേഴ്സിറ്റി അംഗീകരിക്കാത്തതാണ് BJP. ഒരൊറ്റ കേന്ദ്രം മതി, ഒരൊറ്റ രാഷ്ട്രം മതി. ഈ രാഷ്ട്രത്തിനുള്ളിൽ മലയാളിയും തമിഴനും തെലുങ്കനും ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ആസ്പിറേഷൻസ് വേറെയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ സാമൂഹ്യ ക്ഷേമ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് വികസനം വേണമെന്നുള്ളതാണ്. വേറെ ഗുജറാത്തിലെ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ കേരളത്തിന്റെ ആസ്പിറേഷൻ ഇതാണ്. ഈ ആസ്പിറേഷനെ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണം ഇന്ത്യൻ ഫെഡറൽ സംവിധാനം എന്ന് ചിന്തിക്കാത്തൊരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ അവർക്ക് കേരളം കണ്ണിലെ കരടായിട്ട് മാറുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് ഈ നീക്കങ്ങൾ വരുന്നത്. ഇവിടെ കേരള സംസ്ഥാനം നടപ്പാക്കുന്ന ഈ വലിയ അന്യാദൃശ്യമായിട്ടുള്ള വികസന പരിപാടികൾ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ പരിശ്രമമാണ് CAGയുടെ റിപ്പോർട്ടിലൂടെ നടത്തിയിട്ടുള്ളത്. അത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ തലത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യും. പിന്നെ എക്കേടൊക്കെ എങ്ങനെയാണെന്ന് ഡൽഹി പോയിട്ട് ഇങ്ങനത്തെ റിപ്പോർട്ട് കയറി വരുന്നത് ആരെങ്കിലും പറയാതെ ഇങ്ങനെ വരുമെന്ന് തോന്നുന്നു. അൺപ്രസിഡന്റഡ്, ഇതുവരെയുള്ള എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട്. അപ്പം
ഇതിലൊക്കെ കുറച്ചും കൂടി വലിയ ഗെയിമുകളുണ്ട്. ഇപ്പം ആളുകളുടെ പേരൊക്കെ ഞാനെന്താ പറയുന്നത്. പക്ഷേ വി ആർ ടു വിജിലൻറ്റ്. അപ്പം അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായിട്ടൊരു നിലപാടെടുക്കണം ഇക്കാര്യത്തിൽ. അല്ല, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയില്ല, അത് അസംബ്ലിയുടെ നിയമാവകാശം പ്രിവിലേജിൻ്റെ പ്രശ്നമാണ്, അഴിമതിയുടെ പ്രശ്നമാണ്, നിങ്ങൾ ഓഡിറ്റിംഗ് തുറന്നു കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ പോവുകയാണെങ്കിൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്നതിലൊക്കെ മുഖ്യ പ്രശ്നമായിട്ട് ഇത് മാറുമെന്ന് ചോദിക്കാൻ പോയാൽ ഈ സ്കൂളിന്റെ പണി പൂർത്തീകരിക്കണോ, ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കണോ, ഈ കുടിവെള്ള പദ്ധതി തീർക്കണോ, ജനം പറയട്ടെ. ഇതിൽ കൂടുതൽ എങ്ങനെ സുതാര്യമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റാം? എങ്ങനെയാണെന്ന് കിഫ്ബിയിലുള്ളതുപോലെ സർക്കാരിനേക്കാൾ എത്ര സുതാര്യമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സുതാര്യതയുടെ ഒന്നുമല്ല പ്രശ്നം. C&AG സുതാര്യത ഇല്ലാതെ പറഞ്ഞ C&AGയുടെ ഓഡിറ്റിങ്ങിന് നമ്മൾ അനുവാദം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. എന്തിന്? C&AGയെ കിഫ്ബിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററാക്കാൻ അനുവാദം നൽകിയില്ല. കറക്റ്റ്. പക്ഷെ UDF നൽകിയിട്ടില്ല. ഇത് ഞാൻ മാത്രം ചെയ്തതാണോ? ഇവിടുത്തെ സർക്കാർ മാത്രം ചെയ്തതാണോ? UDF ചെയ്തില്ല. കറക്റ്റ്. അപ്പൊ ഇത്തവണ വീണ്ടും അന്ന് UDF സർക്കാർ പറ്റില്ലെന്ന് പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, ബിസിനസ് നടത്താൻ നിങ്ങളെക്കാൾ നല്ലത് ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതാണ്. അതിനെ തുടർന്നുണ്ടായ വാദവിവാദങ്ങൾ നോക്കൂ. എന്തെല്ലാം കമ്മ്യൂണിക്കേഷൻ സംസ്ഥാന സർക്കാർ അറിയുന്നതിന് മുമ്പ് പുറത്ത് ഓരോ വിവരങ്ങൾ വരില്ല. 21 പ്രകാരം വേണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നു. കത്ത് എനിക്കിട്ടുണ്ട്. അതിന് മുമ്പ് ഈ രീതിയിലുള്ള വിവാദമാക്കി മാറ്റി. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, എന്തിനാ നിങ്ങൾ 20-1 പോണേ? 14(1) പ്രകാരം നിങ്ങൾക്ക് ഓഡിറ്റ് നടത്താൻ പറ്റൂല്ലെങ്കിൽ മാത്രമല്ലേ 21 പോകേണ്ടുള്ളൂ. അത് ചെയ്തോളൂ. അപ്പൊ എന്താ ഭാവിയിൽ ഇങ്ങനെ ഏതെങ്കിലും ഭാവിയിൽ കിഫ്ബിയുടെ ഫണ്ടിങ് സർക്കാരിനേക്കാൾ പുറത്തായി കഴിയുമ്പോൾ പുറത്തു പോവില്ല. അപ്പൊ നോക്കാം. ഇതല്ലാതെ കേരള സർക്കാർ ഈ ഓഡിറ്റിംഗ് കഴിഞ്ഞു, അതിന്റെ റിപ്പോർട്ട് വരാൻ പോകണം. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് 76 കോടിയുടെയൊക്കെ 19-20 ഓഡിറ്റിന്റെ ഭാഗമായിട്ട് വരും. എക്സിറ്റ് മീറ്റിംഗ് ഒക്കെ നടന്നെങ്കിൽ അപ്പോ നമുക്കപ്പോ നോക്കാം. വാർത്ത ഒന്നും ശരിയല്ല. വാസ്തവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിന്റെ ടേം തീരും. പക്ഷേ ഇന്നത്തെ പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം തുടരുമെന്നുള്ളത്. അദ്ദേഹത്തിന് ഇവരുടെയൊക്കെ ധാരണ, പലരുടെയൊക്കെ ധാരണ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾക്ക് വേണ്ടി ഡോക്ടർ എബ്രാവും അതുപോലുള്ള സീനിയർ ആൾക്കാരും പുറകെ നടക്കുന്നതാണ്. അവർക്കൊക്കെ ഈ സംസ്ഥാനത്തോടുള്ളൊരു കമ്മിറ്റ്മെന്റ് കൊണ്ട് നിന്നാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഫേം ആരംഭിക്കാൻ ബോംബെയിൽ എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞിട്ട് അത് വേണ്ട, ഇവിടെ നിൽക്കാൻ പറഞ്ഞ റിക്വസ്റ്റ് ഇതിനു മുമ്പും 1 വർഷം മുമ്പ് മാറുന്നതിന് ഇല്ല, പറ്റില്ല, അത് കീഴ്വഴങ്ങുന്നത് ഇങ്ങനെയാണ്. വിനോദ് റോയ് സാറെ പോലൊരാൾ എന്തിനാണെന്ന് കേരളത്തിന്റെ എഫ്ടാക്കിന്റെ ചെയർമാനായിട്ട് വന്നിരിക്കുന്നത്? ഈ സംസ്ഥാനത്തോടുള്ള സ്നേഹം കൊണ്ടാണ്, ഇവിടെ എന്തെങ്കിലും നടക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അവരെയൊക്കെ അപമാനിക്കുന്നതിലേക്ക് ആരും പോണ്ട. ഏതായാലും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ എബ്രഹാം ഇനി ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിന്റെ കാലാവധി തീർന്നാലും സർക്കാർ ആവശ്യപ്പെട്ട തുടരുന്നുള്ളൂ. ചങ്ങാതി, ഞാൻ ഇന്നലെയും ഇവിടെ വെച്ച് പറഞ്ഞതാ, ഈ കനേഡിയൻ പെൻഷൻ കമ്പനിയാണ്, അത് ലാവ്ലിൻ്റെ ഒന്നും കമ്പനിയല്ല. ഈ പെൻഷൻ കമ്പനി വെച്ചാൽ അവിടെ എല്ലാവരുടെയും കൺട്രിബ്യൂട്ടറി പെൻഷനാണ്. അപ്പോൾ വലിയ ഭീമമായ തുക പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ വെറുതെ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് പലിശ യൂറോപ്പിലൊക്കെ നിസ്സാരമേ ഉള്ളൂ, 0 അതിനേക്കാൾ സ്വല്പം കൂടുതൽ. അതുകൊണ്ട് പെൻഷൻ ഫണ്ടിലിട്ട് ആ പെൻഷൻ ഫണ്ടുകാർ
നമ്മുടെ മ്യൂച്വൽ ഫണ്ടൊക്കെ ചെയ്യുന്ന പോലെ ഷെയറിൽ നിക്ഷേപിക്കും, ഡിവിഡൻഡ് നിക്ഷേപിക്കും, ഡീബെഞ്ചറുകൾ നിക്ഷേപിക്കും. അപ്പം നല്ല വരുമാനം ഉണ്ടാവും. പെൻഷൻ ഫണ്ട് ഇട്ടിരിക്കുന്ന ഏജൻസികൾക്ക് നല്ല വരുമാനം കിട്ടും. അങ്ങനെ അവർ ഈ ലാവലിൻ്റെ ഷെയറിലും മേടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വാദം. ഇത് വെച്ചിട്ട് ലാവല് ഈ പെൻഷൻ കമ്പനിയെ ഓൺ ചെയ്യണു എന്നൊക്കെ പറയണത് എന്താ അർത്ഥം? അതൊക്കെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കും. കോടതിയിൽ കേസുണ്ട്, അത് നല്ല വക്കീലന്മാർ വെച്ച് ബാധിക്കും. കോടതി നിയമപരമായിട്ട് ഇതെല്ലാം പരിശോധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പം കോടതിയിൽ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ റിപ്ലൈയും എല്ലാം ഇനി കോടതിയിലാണ്. ഇനിയിപ്പോൾ അവർക്ക് അയച്ചു കൊടുത്തിട്ട് മാനസാന്തരപ്പെടുത്തലൊന്നുമില്ല. കോടതിയിൽ കൃത്യമായിട്ട് ചെയ്യും. അതിൻ്റെ എല്ലാ ലീഗൽ വശങ്ങളും നോക്കി ബഹുമാനപ്പെട്ട കോടതി തീരുമാനം. അയച്ചു കൊടുക്കാന്ന് CAG അത് അയച്ചു കൊടുക്കാം, ഇവിടെയും കൊടുക്കാം, കോടതിയിലും കൊടുക്കാം. താങ്ക് യു. കിഫ്ബി വിവാദത്തിൽ ധനമന്ത്രിയുടെ വിശദമായ വിശദീകരണം. കിഫ്ബിയെ തകർത്താനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അത് എന്ന വിഷയമാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത്. CAG കരട് പരാമർശത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അന്തിമ പരാമർശത്തിൽ വന്നു. അതായത് കരട് പരാമർശത്തിൽ കിഫ്ബിയെ വിമർശിക്കുന്ന അല്ലെങ്കിൽ കിഫ്ബിയെ സംശയമുനയിൽ നിർത്തുന്ന കാര്യങ്ങൾ കരട് പരാമർശത്തിലായിരുന്നു. അന്തിമ റിപ്പോർട്ടിലാണ് അത് വന്നത്. അക്കാര്യം ഡൽഹിയിൽ നിന്നും എഴുതി ചേർക്കപ്പെട്ടതാണ് എന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. ഏതായാലും അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ ഇത്രയാണ്: കിഫ്ബി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിനെ അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ്